വയനാട് ദുരന്ത മുഖത്ത് നിന്ന് അർജുൻ അതോടൊപ്പം തന്നെ മിഥുൻ മുരളി എന്നിവർ ചേരുകയാണ്. മിഥുൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ മിഥുൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടർന്നു. അവിടുത്തെ ചില ആളുകളുടെ പ്രതികരണങ്ങളെല്ലാം എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ ഒരു അവസരത്തിൽ അവർക്ക് പറയാനുള്ളത്, കാരണം അവരുടെ ഉറ്റവരും ഉടയവരും എല്ലാം ഒഴുകിപ്പോയി, അല്ലെങ്കിൽ അവർക്കിനി ആരുമില്ല എന്നൊരു ഘട്ടത്തിൽ ശരിക്കും തകർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ തുടരുന്നത്. എങ്കിലും ഈ ഒരു അവസരത്തിൽ പറയേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുണ്ടക്കൈയിൽ ജീവന്റെ തുടിപ്പ് ഇനി ഇല്ല എന്നൊരു സ്ഥിരീകരണത്തിലോട്ട് സൈന്യം പോകുന്ന ഒരവസ്ഥയാണ്. അത് ഏറ്റവും കൂടുതൽ ഭയാനകരം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും 5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചില സൂചനകൾ പുറത്തേക്ക് വരുന്നത്. ഇന്നലെ എന്നാൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയപ്പോൾ ജീവന്റെ ചെറിയ തുടിപ്പുകൾ കണ്ടെത്താൻ സാധിച്ചു. ശ്വാസം എടുക്കുന്ന ചില സൂചനകൾ കാണിച്ചു എന്ന് പറഞ്ഞ് അവിടെ എല്ലാം തിരച്ചിൽ നടത്തിയപ്പോൾ പോലും അത്തരത്തിൽ അത് മനുഷ്യ ശരീരമല്ല എന്ന സ്ഥിരീകരണങ്ങൾ വന്നിരുന്നു. പാമ്പിൻ്റെയോ മറ്റ് ഇഴജന്തുക്കളുടെയോ ശരീരം ആകാം അതിനുള്ളിൽ ഉണ്ടാവുക എന്നുള്ള ചില നിഗമനത്തിലേക്ക് സൈന്യം വന്നിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ നടൻ മോഹൻലാൽ അവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ അവിടുത്തെ രക്ഷാ സംവിധാനം അല്ലെങ്കിൽ രക്ഷാ ദൗത്യം, തിരച്ചിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദൗത്യം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റു ഭാഗങ്ങളിലേക്കുള്ള രക്ഷാദൗത്യം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ വളരെ വേഗത്തിൽ ശ്രമകരമായ ദൗത്യത്തിലൂടെ പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവുക. കാലാവസ്ഥയും അനുകൂലമാണ്. പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ദുസ്സഹമായി തീരുന്നത്. ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നതും അവിടെ നിലയുറപ്പിച്ച് രക്ഷാദൗത്യം നടത്തുക എന്ന് പറയുന്നതും ഒക്കെ വളരെ ദുർഘടമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും ചെളി പൂണ്ട് കിടക്കുന്ന, മനുഷ്യന് നിലത്ത് കാലുറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിപ്പോയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളാണ്, ഓരോ പ്രദേശങ്ങളാണ് ഇവിടുത്തെ ഓരോ മേഖലകൾ. അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം ദൗത്യം നടത്തണം എന്നുണ്ടെങ്കിൽ, വേഗത്തിൽ സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ കാലാവസ്ഥ അനുകൂലമായി തന്നെ നിൽക്കേണ്ടി വരും. മഴ പെയ്തു കഴിഞ്ഞാൽ ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെ ദൗത്യം ഇടയ്ക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നാൽ അത് വീണ്ടും ഈ ദൗത്യം മുന്നോട്ട് പോകുന്നതിനും കൂടുതൽ ദിവസങ്ങൾ എടുക്കുന്നതിനുമൊക്കെ കാരണമാകും. എന്തായാലും സജ്ജമായിട്ട് സൈന്യമുണ്ട്. ഒപ്പം തന്നെ മറ്റ് ദൗത്യ സംഘത്തിന് സഹായകമായ സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള സംഘടനകളുമെല്ലാം ഇവിടെ സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയുമായി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യും. എന്തായാലും ഒരു മൃതദേഹം ചൂരൽമല ഭാഗത്തുനിന്ന് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ടെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിൽ ചാലിയാർ പുഴയുടെ തീരങ്ങളിലും കൈവഴികളിലും വനമേഖലകളിലും നിലമ്പൂർ ഭാഗത്തെ വനമേഖലകളിൽ ഉൾപ്പെടെയുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നടൻ മോഹൻലാൽ, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇന്ന് രാവിലെ മേപ്പാടിയിലെ ക്യാമ്പ് സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും സൈനിക ക്യാമ്പും സന്ദർശനം നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ദുരിതബാധിത പ്രദേശത്തെ ബേലിപ്പാലം സൈന്യം ചേർത്തിരിക്കുന്ന അഭിമാനകരമായിട്ടുള്ള ബേലിപ്പാലം അദ്ദേഹം സന്ദർശിക്കും. ദുരിതബാധിത പ്രദേശത്ത് അദ്ദേഹം എത്തും എന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം എത്തുക ഇത്രയും ബുദ്ധിമുട്ട് നേരിടുന്ന, ഇത്രയും ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മലയാളത്തിന്റെ മഹാനടൻ, ഒപ്പം തന്നെ സൈന്യത്തിന്റെ പ്രത്യേക പദവിയുള്ള ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള മോഹൻലാൽ ഇവിടേക്ക് എത്തുമ്പോൾ അത് ഈ ആളുകൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന ആശ്വാസവാക്കുകൾ അത്രത്തോളം കരുത്തായി മാറുകയാണ്. അത്രത്തോളം മുന്നോട്ടുള്ള ജീവിതം തിരികെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ആത്മവിശ്വാസത്തിന്റെ നിമിഷങ്ങളായി മാറും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സൈന്യം നടത്തിയിരിക്കുന്ന ആത്മസമർപ്പണത്തോടെയുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കും. സൈന്യവുമായി ചർച്ച നടത്തും. കൂടിയാലോചനകൾ, ഇനിയുള്ള ദൗത്യങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സൈനിക മേധാവികളുമായി അദ്ദേഹം സംസാരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അഭിമാനകരമായ നേട്ടം തന്നെയാണ് സൈന്യം നടത്തിയത്. സർവ്വസജ്ജമായിട്ടുള്ള സൈന്യം നമ്മൾ കണ്ടതാണ്. രക്ഷാപ്രവർത്തകരെല്ലാം കയ്യടിയോടെയാണ് സൈന്യത്തെ ആ ബേലിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ അഭിനന്ദിച്ചത്. ആ കാര്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള മോഹൻലാലും മലയാളത്തിന്റെ മഹാനടൻ ഇടയെത്തി സൈന്യത്തെ അഭിനന്ദിക്കുകയും സൈനിക മേധാവികളുമായി ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. മഴ മാറി നിൽക്കുന്ന സാഹചര്യം, പ്രതികൂല കാലാവസ്ഥ അല്ല, തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് മേഘം വഴിമാറുന്നു. രാവിലെ കറുത്തിരുണ്ട് ചെറിയ ഒരു ആശങ്കയ്ക്ക് വക നൽകിയെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. കാലാവസ്ഥ അനുകൂലമായി മാറിയിരിക്കുന്നു. അവിടെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ
തിരച്ചിലുകൾ നടത്താൻ സാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിട്ടുണ്ട്. ഹിറ്റാച്ചുകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഹിറ്റാച്ചുകൾ എത്തിച്ചുകൊണ്ട് ചൂരൽമല ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ മുകളിലേക്കാണ് എത്തിപ്പെടാനുള്ളത്. അപ്പർ മുണ്ടക്കൽ മേഖലകളിലും പുഞ്ചിരിവട്ടത്തുമൊക്കെ ഈ ഹിറ്റാച്ചുകൾ അവിടെ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളാണ്, നീക്കുപോക്കുകളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ സൈന്യം പൂർണ്ണ സർവ്വസജ്ജമായിട്ട് മറ്റ് കൈക്കോട്ടുകളും ആയുധങ്ങളും ഒക്കെയായിട്ട് ഇവിടെ എത്തി അവിടേക്ക് ബെയിലി പാലത്തിലൂടെ മുകൾ നിരപ്പിലേക്ക് കടന്നു പോകുന്ന കാഴ്ച നമ്മൾ അല്പസമയം മുൻപ് കണ്ടതാണ്. അതിന് പുറമെ തന്നെ ഈ രക്ഷാപ്രവർത്തകരായിട്ടുള്ള രജിസ്റ്റർ ചെയ്ത രക്ഷാപ്രവർത്തകരായിട്ടുള്ള അംഗീകൃത രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതിനുശേഷം സൈന്യത്തിന് പുറകെ വന്നു. മറ്റ് സേനാംഗങ്ങൾ, പോലീസ്, അഗ്നിരക്ഷാ സേന, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം സർവ്വസജ്ജമായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള നിലയുറപ്പിക്കലാണ് എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും, എല്ലാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകം. ഏതെങ്കിലും തരത്തിൽ ജീവന്റെ അവശേഷിപ്പുകൾ തുടരുന്നുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ 2 മണിക്കൂർ പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് നമുക്ക് ആശ്വാസകരമായ വാർത്ത ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാവരും നോക്കിയത്. ദുരന്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് നമ്മളും ദുരന്ത വാർത്തകൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുമെല്ലാം ആ 2 മണിക്കൂർ നിർണായകമായ ആശ്വാസകരമായ കാര്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന മണിക്കൂറുകളായിരുന്നു. പക്ഷേ അതിന് അവസാനം മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ മനുഷ്യജീവന്റെ തുടിപ്പുകൾ അല്ല പാമ്പിന്റെയോ തവളയുടെയോ ഒക്കെ ആകാം ഈ തെർമൽ സ്കാനറിൽ പതിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും അസ്തമിച്ചു. പക്ഷേ ഇന്നലെ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടി നമ്മൾ കേട്ടു. ജോണി എന്ന് പറയുന്ന ഒരു ഗൃഹസ്ഥന്റെ ഗൃഹനാഥന്റെ കുടുംബത്തിലെ 4 അംഗങ്ങളെ, ജോണിയെയും 4 അംഗങ്ങളെ രക്ഷിക്കാൻ സാധിച്ചു എന്ന് കുടുങ്ങിക്കിടന്ന അദ്ദേഹത്തെ കുടുംബത്തെ കണ്ടെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു. അത് ആശ്വാസകരമായ ഒരു കാര്യം ആയി കാണുകയും ചെയ്തു. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകം. ഹിറ്റാച്ചുകൾ ഉൾപ്പെടെയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. വളരെ വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ യന്ത്ര സാമഗ്രികളും, റഡാർ സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം സജ്ജീകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും, സൈന്യവും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള മുഴുവൻ സർവ്വസജ്ജമായിട്ട് നിലയുറപ്പിക്കുന്നതാണ്. പ്രവർത്തനം ഇവിടെ സജ്ജമായി എന്തായാലും കൂടുതൽ വിപുലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതാണ് മിഥുൻ, മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഉൾവനങ്ങളിലേക്ക് ഉള്ള രക്ഷാദൗത്യ പ്രവർത്തനം നീളുമ്പോൾ, കാരണം ഇന്നലെയും നമ്മൾ കണ്ടതാണ് ചില ആദിവാസി മേഖലകളിലേക്ക് കൂടി രക്ഷാദൗത്യം നീളുന്നൊരു സാഹചര്യം. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് കുഞ്ഞുങ്ങളടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച കണ്ടതും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് ഉൾവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ രക്ഷാപ്രവർത്തകരോടൊപ്പം പുറത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ആ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറാൻ തയ്യാറാകാതെ നിന്ന ചിലരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. ഇത്തരക്കാർ ഇനിയും വനമേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനിയും ആ മേഖലകളിലോട്ടുള്ള രക്ഷാപ്രവർത്തനം ഇന്നും സൈന്യം തുടരുന്നുണ്ടോ? അട്ടമല ഭാഗത്തായിരുന്നു സൂചിപ്പിച്ച സംഭവം ഉണ്ടായത്. വനവാസി മേഖലകളിൽ കുടുങ്ങിക്കിടന്ന ഒരു ഭാഗത്ത് കുടുങ്ങിക്കിടന്ന ഒരു കൈക്കുഞ്ഞടക്കമുള്ള 4 കുഞ്ഞുങ്ങളടക്കമുള്ള ഒരു വനവാസി കുടുംബത്തെയാണ് അവിടെ എത്തി രക്ഷപ്പെടുത്തുവാൻ സാധിച്ചത്, സൈന്യത്തിനെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചത്. അങ്ങനെ ചില ആശ്വാസകരമായ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അട്ടമല ഭാഗത്ത് സൈന്യം നടത്തിയ തിരച്ചിലിൽ ഈ ഭാഗത്ത് തങ്ങിയിരുന്ന വനവാസി മേഖലയിൽ ഉണ്ടായിരുന്ന ഊരുകളിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്തോട് ചേർന്ന ചില മറ്റു പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. ഇവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുകയും അവിടെയും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്തായാലും വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന, പോത്തുങ്കലം, നിലമ്പൂർ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന, ചാലിയാർ പുഴയുടെ വിവിധ
കൈവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന, ആ പരിശോധനകളെല്ലാം ഇന്നും തുടരും. ഇന്നലെ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ പുഴയുടെ ഇരു കരകളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വടം കെട്ടിയാണ് സൈനികർ ഈ പുഴയിലേക്ക് ഇറങ്ങി അതീവ ദുഷ്കരമായ കാര്യത്തിൽ പോലും ഒരു രക്ഷാദൗത്യം നടത്തുകയും ആ ദൗത്യത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു ചാലിയാർ പുഴയിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പുഴയും പുഴയുടെ കൈവഴികളും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്നലെ കൂടുതൽ വിപുലമായ പരിശോധനകൾ നടത്തുന്നതിന്റെ ഭാഗമായി ചാലിയാർ പുഴയും പുഴയുടെ കൈവഴികളും പുഴ ചെന്ന് അവസാനിക്കുന്ന വനാന്തരങ്ങളിലുള്ള ഭാഗങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ള വിപുലമായ പരിശോധനയിലേക്ക് സൈന്യം കടക്കുകയും അത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തത്. കിലോമീറ്ററുകൾ അപ്പുറത്തോളം ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ആ മൃതദേഹങ്ങൾ കണ്ടെടുത്ത കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ വളരെ ദൂരത്തേക്ക്, കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് മൃതദേഹങ്ങൾ ഒഴുകിയെത്താനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വനമേഖലകളിൽ ഉൾപ്പെടെ മലപ്പുറം വയനാട് അതിർത്തിയുടെ ഭാഗത്തുള്ള വനമേഖലകളിൽ, കോഴിക്കോട് വയനാട് ഭാഗത്തുള്ള അതിർത്തിയുടെ ഭാഗത്തുള്ള വനമേഖലകളിലും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നു. ചില പ്രദേശവാസികൾ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ടെന്നുള്ള സൂചന നൽകുന്ന ചില വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗങ്ങൾക്ക് വനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തത്. കൂടുതൽ അട്ടമല ഉൾപ്പെടെയുള്ള മറ്റ് ഭാഗങ്ങൾ, അനുബന്ധ ഭാഗങ്ങൾ, ഈ പ്രശ്നബാധിത മേഖലയുടെ അനുബന്ധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ താമസമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ റഡാറിന്റെയും ഡ്രോണിന്റെയും ഒക്കെ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട്